ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരടുത്ത് പങ്കുവയ്ക്കാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താനല്ല ബുദ്ധിമുട്ട്, നേരായ മാർഗത്തിലൂടെ വരാനാണ് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ നമ്മൾ കണ്ടൊരു വാർത്തയും അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു വാർത്തയും കൂടി ആയപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ കൂട്ടുകാരടുത്തൊന്ന് പങ്കുവെക്കണമെന്ന്. വേറൊന്നുമല്ല, നമ്മുടെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അറിയാം, അച്ഛനും അമ്മയും അല്ല കൂട്ടുകുടുംബമാണെന്നുണ്ടെങ്കിൽ കൂട്ടുകുടുംബത്തിലെ മറ്റംഗങ്ങളും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത് അല്ലേ. അപ്പോൾ പണ്ട് കാലത്തേക്കാൾ ഉപരി ഇന്ന് പണ്ട് കാലത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ മുതിർന്ന കുട്ടികൾ താഴെ ഉണ്ടാകുന്ന കുട്ടികളെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നാണ് കുടുംബമാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഈ കുട്ടീനെയൊക്കെ നോക്കി അതുപോലെ ചിലപ്പോൾ ആരെങ്കിലും വെക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ചിട്ടകൾ നമ്മൾ പണ്ട് കാലം മുതൽ നമ്മൾ ശീലിച്ച് വന്ന ചിട്ടകളും കൃത്യങ്ങളും നമ്മുടെ മക്കൾക്കും നമ്മൾ ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ സ്നേഹത്തോട് കൊണ്ട് നടന്ന മക്കളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതെല്ലാം അവർ പാടെ സ്മരിച്ചുകൊണ്ട് അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കുടുംബാംഗങ്ങൾ ആരോ അവരെയൊക്കെ തിരസ്കരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടത് അവരുടെ ഫ്രണ്ട്സ് മാത്രമാണ് കേട്ടോ. ഇന്നത്തെ കുട്ടികളെ നിങ്ങൾ നോക്കൂ, കൂട്ടുകാർ പറഞ്ഞതിലപ്പുറം ഒന്നും അവർക്ക് ചെയ്യാനില്ല. അപ്പം നല്ലൊരു കൂട്ടുകെട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ടാണ് നമ്മുടെ മക്കൾ നല്ലൊരു കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ചിന്തിക്കും പ്രാർത്ഥിക്കും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണെന്ന്. കാരണം കൂട്ടുകെട്ടാണ് ഇന്ന് നാശത്തിലേക്കാണെങ്കിലും നല്ലതിലേക്കാണെങ്കിലും വഴിതെളിക്കുന്നത്. അച്ഛനമ്മ പറയുന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതിനേക്കാൾ ഉപരി സഹോദരങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി കൂട്ടുകാർ എന്തോ പറഞ്ഞോ അതനുസരിച്ചാണ് ഇന്നത്തെ മക്കൾ നീങ്ങിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നല്ല, ഈ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ കളി ഉണ്ടായില്ലോ, അതിൻ്റെ ആ മത്സരത്തിൻ്റെ ആ ദിവസം മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുള്ള വാർത്ത പത്രത്തിലും നമ്മൾ വാർത്തയിലൊക്കെ കണ്ടു. അപ്പോൾ അത്രയും നമ്മൾ ആ ഒരു കുട്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ വിവാഹം ചെയ്ത പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ പോലും എത്ര മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവൂലേ. അപ്പോൾ ഇങ്ങനെ മയക്കുമരുന്ന് പിടിച്ചു കഴിഞ്ഞു, ആ കുട്ടിയുടെ വീട്ടുകാർക്ക് എത്ര വിഷമം ഉണ്ടാവും എന്താണെന്നുള്ളത് ചിന്തിക്കണില്ല. എളുപ്പത്തിൽ പണസമ്പാദന മാർഗം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പണ്ടൊക്കെ കുട്ടികൾ കള്ള് കുടിച്ച് നാശമായി അല്ലെങ്കിൽ കുടിയനാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഒന്ന് കുടിയനല്ല, കുടിക്കണതല്ല കാണുന്നത്. നമ്മൾ എന്താ ഉപയോഗിക്കണത്, ആരാ ഉപയോഗിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ഒരു വഴി കൂടെ പോണ സമയത്ത് കാണുമ്പോൾ കാഴ്ചയിൽ സുന്ദരനും സുമുഖനും അല്ലെങ്കിൽ സുന്ദരിയും ഒക്കെ ആയ വ്യക്തികളായിരിക്കാം. പക്ഷെ അവരുടെ ഭാവമാറ്റം അല്ലെങ്കിൽ അവർക്ക് മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ ആരാണിത് ഉപയോഗിച്ചേക്കുന്നത്, എങ്ങനെ ഉപയോഗിച്ചേക്കണത്, എന്താ ഉപയോഗിച്ചേക്കണത്, സ്ത്രീയാണോ പുരുഷനാണോ, ഇതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിക്കന്നെ വേണം അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പേടിക്കന്നെ വേണം. അപ്പോൾ ഇതിന് മുൻപ് കള്ളനോട്ട് അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇപ്പം മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ അറിയുന്ന നാട്ടിലായിരിക്കാം അറിയാത്ത നാട്ടിലായിരിക്കാം ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പണ്ട് കൂടിയിട്ട് മദ്യപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മദ്യപിക്കാതിരിക്കുന്ന വ്യക്തിനെ ഒന്നെങ്കിൽ നിനക്ക് BP ആണോ ചോദിക്കും, അതായത് ഭാര്യയെ പേടിയാണോ ചോദിക്കും, ഒരുപാട് കളിയാക്കും. അങ്ങനെയൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തമാശയ്ക്ക് ഒരു ലേശം കഴിക്കും, അവിടുന്ന് പിന്നെ അങ്ങനെ മുഴുക്കുടിയനായിട്ട് മാറുന്നവരുണ്ട്. ചിലപ്പോൾ എന്തൊക്കെ കൂട്ടുകാർ കളിയാക്കിയാലും ഒരു തുള്ളി പോലും മദ്യം തൊടാത്ത വ്യക്തികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെയാവുള്ളവർ നേരെയാവും, അല്ലാത്തവരിങ്ങനെ ചതിക്കുഴിയിൽ പോയി ചാടും. പിന്നെ നമ്മൾ പറയും നിർബന്ധിച്ച് ആരും വായിൽ ഒഴിച്ചു തരണില്ലല്ലോ കുടിയന്മാരായി മാറുന്നതിന് നമ്മൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഒരുപാട് നിർബന്ധിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കി ഒരുപാട് കളിയാക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ മദ്യപാനത്തിലേക്ക് വീഴുന്നവരും ഉണ്ട്. അപ്പോൾ തമാശയ്ക്ക് തുടങ്ങിയിട്ട് അത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ മദ്യപാനം എന്ന് പറയുന്നത് നമ്മൾ മദ്യം നമ്മളേനെ കുടിക്കുന്ന അവസ്ഥ ആവുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. നമ്മൾ മദ്യത്തെ കുറച്ച് കുടിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമ്മൾ മദ്യം നമ്മളേനെ കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു തുള്ളി പോലും കിട്ടാത്ത അവസ്ഥയിൽ വിറക്കൽ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. പക്ഷേ മയക്കുമരുന്ന് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ പിന്നെ അതിന് അഡിക്റ്റായി മാറുന്ന പറയുന്നത്. അപ്പം നമ്മളിതിന് മുൻപൊരു വാർത്ത കണ്ടു.
ഒരു സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ മുന്നിൽ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ ഇതുപോലെ മിഠായി കുട്ടികൾ പിറ്റേ ദിവസം ആ നേരമായി അവിടെ ചെല്ലും മിഠായി കിട്ടാനായിട്ട്. പിന്നെ കഞ്ചാൻ തുടങ്ങി അങ്ങനെയാണെന്ന്. അപ്പോൾ ആ മിഠായിൽ മയക്കുമരുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും കാണും കേൾക്കും ചെയ്യുമ്പോൾ നമുക്ക് പേടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുകെട്ടിലാവുമ്പോൾ കൂട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ നിർബന്ധിച്ചു അല്ലെങ്കിൽ കൂട്ടുകാർ ഒരു പ്രാവശ്യം ഒന്നിട്ട് തമാശയ്ക്ക് കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിന് അഡിക്റ്റായി മാറുകയാണ്. അപ്പം നല്ല കൂട്ടുകെട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല കൂട്ടുകെട്ടിനെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായതല്ല, നല്ല സ്വഭാവവും ചിട്ടവും അടുക്കും ചിട്ടക്കായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൂട്ടുകെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. ചിലപ്പോൾ കാഴ്ചയിൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മളോട് അതിവിനയമായി പെരുമാറുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ചീത്ത സ്വഭാവമുള്ളവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി കാണാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം അല്ലേ. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഈ ദുരുപയോഗം മറ്റേ ഗേൾസ് ഓൺലി സ്കൂളുകളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ വ്യത്യാസമില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ശരിക്കും നമുക്ക് എവിടേക്കാണ് ഈ പോക്ക് അല്ലെങ്കിൽ എന്താണ് ഈ കാലത്തിൻ്റെ പോക്ക് എന്ന് നമ്മൾ ചിന്തിച്ച് പോവുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പം ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ കാലഘട്ടങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ഈ അവസ്ഥ പോലെ ആയിരിക്കില്ല. ശരിക്കും നമുക്ക് പേടിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ ആയിരിക്കും നമ്മുടെ ചുറ്റുപാടും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരാൾ കാണുമ്പോൾ നല്ല നീറ്റായിട്ട് അല്ലെങ്കിൽ സുമുഖനായിട്ട് അല്ലെങ്കിൽ സംസാരത്തിൽ നല്ല വിനയത്തോടു കൂടിയുള്ള സംസാരം, നല്ല പെരുമാറ്റം, ഇതെല്ലാം. പക്ഷേ ഇങ്ങനെയുള്ളവരും ഇങ്ങനെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ അകമല ക്ഷേത്രം എന്ന് പറയും, ആ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ വന്നിട്ടുള്ള ഒരു 6 വയസ്സ് കുറച്ച് ദിവസം മുൻപ് നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ അത് ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രമേ ഈ മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 6 വയസ്സായിട്ടൊരു പെൺകുട്ടി മുത്തച്ഛൻ്റെ കൂടെ കുളത്തിൽ കുളിക്കാനായിട്ട് വന്നു. അങ്ങനെ കുളിക്കുന്ന സമയത്ത് അധികം പ്രായമൊന്നുമില്ല, 10-30 വയസ്സിൽ പ്രായമുള്ളൂ തോന്നുന്നു. ഒരു പുരുഷനും ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് പറയുന്നുണ്ട് ഈ കുട്ടീനെ കവളിൽ പിടിച്ച് കടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. സ്വന്തം മുത്തച്ഛൻ്റെ കൂടെ ഒരു 6 വയസ്സായ പെൺകുട്ടി ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. വെറും 6 വയസ്സ് പ്രായം, അതുപോലെ തന്നെ മുത്തച്ഛൻ കൂടെ ഉണ്ടായി. അപ്പോൾ ഈ കാലത്തിൻ്റെ പോക്ക് എവിടേക്കല്ലേ. അപ്പോൾ സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സംഭവിക്കുകയോ ഇല്ല. അപ്പം എന്തോ ആ കുട്ടി, അതായത് ആ പുരുഷൻ എന്തോ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വെറുതെ ബാക്കി വാർത്തകളും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, അതുപോലെ വാർത്തയിലും വന്നതാണ്. പക്ഷേ അപ്പം അത്രയും ആ രീതിയിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൃഗീയമായ അല്ലെങ്കിൽ ബോധമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പെരുമാറ്റത്തിൽ നമുക്കൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും തോന്നാത്ത രീതിയിൽ ഇങ്ങനെ പെരുമാറണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരെയും കണ്ടിട്ടും അല്ലെങ്കിൽ എങ്ങനെ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ സിനിമകളിലാണെങ്കിലും സീരിയലുകളിലാണെങ്കിലും ഒക്കെ കാണുന്നുണ്ട് അല്ലേ. അഫെയറായിട്ട് ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് പോകുന്നു, ഫ്രണ്ട്സായിട്ട് ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ പെൺകുട്ടികൾ പിന്നെ ആ മയക്കുമരുന്ന് കിട്ടാനായിട്ട് അവരുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എന്തും അനുസരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് പോകുന്നത്. അതുപോലെ നമ്മൾ പലതും നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. നമ്മൾ നല്ല നടന്മാരൊക്കെ ഇതുപോലെ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നതും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, നമുക്ക് ഭയോ അല്ലെങ്കിൽ ഒരു ഭള്ളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെരുമാറാനായിട്ട് സ്വഭാവം തന്നെ മാറിപ്പോവുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നിന്നും നമ്മൾ നടത്തിയാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ എന്തൊക്കെ ചിട്ടകളാണെങ്കിലും സന്ധ്യയ്ക്ക് നമ്മൾ നാമം ചെല്ലുക, വിളക്ക് വയ്ക്കുമ്പോൾ, അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല. നമ്മൾ വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് വരാനോ അല്ലെങ്കിൽ നാമം ചെല്ലാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ചിട്ടകളായിട്ട് വളർത്തിക്കൊണ്ടുവന്നാലും ഒരു പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബത്തിലുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സുഹൃത്തുക്കൾ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ പറയുന്നത് കേട്ടു ഇതുപോലെ തന്നെ
രാത്രി മൊബൈലിൽ ഗെയിം കളിക്കുകയാണെന്ന്. അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ പണം വെച്ചിട്ടുള്ള കളിയല്ല, ഇത് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാതിര നേരമായാലും വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെ പോയിട്ട് കൂട്ടുകാർക്കൊക്കെ ഒന്നെങ്കിൽ ഇവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടാവും, ഇല്ലെങ്കിൽ കൂട്ടുകാർക്ക്. അപ്പോൾ ഈ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനാണെങ്കിലും അതിന് പണം വേണ്ടേ? പഠിക്കുന്ന ഒരു കുട്ടിക്ക് എവിടെ നിന്നാണ് പണം കിട്ടുക? അപ്പോൾ അങ്ങനെയായിട്ട് അവർ പണം കിട്ടാനുള്ള മാർഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അവർ ആലോചിച്ച് കണ്ടുപിടിക്കുകയാണ് ഓരോ മാർഗങ്ങൾ. തൽക്കാലം ഒരു പണം കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു നിവൃത്തികേട് കാണിച്ചു, അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് പണം സംഘടിപ്പിച്ചെങ്കിലും പിന്നീട് ചിലപ്പോൾ അതൊന്ന് വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ അതേ മാർഗത്തിലേക്ക് തന്നെ തിരിയാണ്. അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും ജോലിയൊന്നും ഇല്ലാത്ത നമ്മുടെ ആൺമക്കളാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ചോദിക്കണം. എന്തെങ്കിലും വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പണമായിട്ട് കൊണ്ടുവരികയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കണം, എവിടുന്നാണ് നിനക്ക് ഈ പണം, അല്ലെങ്കിൽ നിനക്ക് എവിടുന്നാണ് ഈ കാശ് എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ നമ്മളത് കൊണ്ടുവരുന്നതിന് പ്രോത്സാഹിപ്പിക്കരുത്. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മക്കൾ കൊണ്ടുവന്ന് തരുമ്പോൾ എൻ്റെ മകൻ കൊണ്ടുവന്നു, അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ അമ്മമാർ അഭിമാനം കൊണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഭിമാനം കൊണ്ട് പറയുമ്പോൾ അമ്മമാർ ചിന്തിക്കണം, എൻ്റെ മകൻ എവിടുന്നാണ് ഈ വരുമാനം കിട്ടിയതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. കാരണം ചെറിയൊരു കൂലിപ്പണിക്ക് പോയാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ എടുത്തു കൊടുക്കാൻ പോയാലോ ഇത്രയൊന്നും വരുമാനം കിട്ടില്ല ഒരു ദിവസത്തേക്ക് എന്നുള്ളത് നല്ല ബോധ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിനക്ക് എവിടുന്ന കാശ്, അല്ലെങ്കിൽ നീ ഇത് എന്താ ചെയ്തത്, നീ എന്ത് ജോലി ചെയ്തിട്ടാണ് നിനക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. എന്നിട്ട് നമ്മുടെ മക്കളെ നമ്മൾ തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. നേരെ ആവാൻ വെക്കാത്തവരൊക്കെ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടല്ലോ, നമ്മൾ തിരുത്താൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും. എത്രയാണെങ്കിലും നമുക്ക് ജനിച്ച മക്കൾ നേർവഴിക്ക് നടക്കാതെ ചീത്ത വഴികളിലൂടെ പോകുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യരാകുമ്പോഴും ഇതുപോലത്തെ കൂട്ടുകെട്ടിൽ പെടുമ്പോഴും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് പോലീസ് കേസൊക്കെ ആയിട്ട് വരുമ്പോഴുള്ള ആ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ വിഷമം എത്രയല്ലേ. അപ്പോൾ ആ വിഷമങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അനുഭവിക്കുന്നവരുടെ ദുരിതം ദുഃഖം എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇനി വരും കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ള പേടി, മാനസികമായ പേടി തന്നെയാണ് അല്ലേ. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വീടിന് പുറത്ത് പോയിട്ട് വീട്ടിലെത്തണ വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. വീട്ടിലെത്തിയാലും നമുക്ക് പേടി തന്നെയാണ്. നമ്മൾ അറിയാതെ എന്താ സംഭവിക്കണേ അറിയില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീ എവിടെയായിരുന്നു ഇത്ര നേരം, അല്ലെങ്കിൽ നീ എവിടേക്കാണ് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായടപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കുന്ന രീതിയിൽ അവർ മറുപടി തരും. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ആവില്ല, സംഭവിച്ചിട്ടുണ്ടാവില്ല. മുഴുവൻ കാര്യങ്ങളും നമുക്കറിയില്ല. നമ്മളവരുടെ പിന്നാലെ പോകണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളവർ പറയുന്നത് വിശ്വസിക്കുന്നേ ഉള്ളൂ. ആ വിശ്വാസത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നീടൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതൊന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എനിക്ക് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.